പാലം തകർന്നതോടെ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള ബന്ധം നഷ്ടമായി. ദുരന്ത മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് നിർമ്മിച്ച താൽക്കാലിക പാലമാണ് സഹായകരമായത്. ഇന്നിപ്പോൾ ബെയിലി പാലം കൂടി സൈന്യം നിർമ്മിച്ചതോടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ മറുകരയിലെത്തിക്കാനായി. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈ പ്രദേശത്തേക്ക് എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ള ആശങ്കപ്പെട്ടിരുന്ന മലയാളികൾക്ക് മുന്നിൽ ആശ്വാസത്തോടെ എത്തിയ സൈന്യം നിർമ്മിച്ച ആദ്യത്തെ കാൽനട പാലമാണിത്. താൽക്കാലിക പാലമായിരുന്നു ഇത്. ഇതിലൂടെയായിരുന്നു ആദ്യത്തെ 2 ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയത്. നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനും നിരവധി പേർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാനും ഈ പാലം ഉപയോഗിച്ചു. ശേഷമായിരുന്നു ഇന്നലെ തുടങ്ങിയ നിർമ്മാണം ബെയിലി പാലത്തിൻ്റെത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചു. ഇതോടുകൂടി മുണ്ടക്കൈ പ്രദേശത്തേക്കുള്ള രക്ഷാപ്രവർത്തനം എളുപ്പമാകാൻ സാധിക്കും. ആദ്യമായി ഈ പാലം തുറന്നു കൊടുത്തപ്പോൾ പോയത് സൈന്യത്തിൻ്റെ മേധാവിയുടെ വാഹനം തന്നെയായിരുന്നു. ആ വാഹനം ഓടിച്ചുകൊണ്ട് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് സൈന്യത്തിൻ്റെ ആംബുലൻസ് കയറി, കേരള പോലീസിൻ്റെ ജീപ്പ് പോയി, MLA-യുടെ വാഹനം കടന്നുപോയി. ഇതിനുശേഷം എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും കടന്നുപോകും. മറ്റൊരു പാലം നിർമ്മിക്കുന്നത് വരെ ഈ പാലം ഇവിടെ ഉണ്ടാകുമെന്ന് സൈന്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ബെയിലി പാലത്തിലൂടെയുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്നലെ മുതൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാധ്യമ സംഘം ഈ വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നത്. എങ്ങനെയാണ് എന്നാണ് നമ്മളും ഇതിലൂടെ ഒന്ന് കാണുന്നത്. നല്ല സുഗമമായ റോഡുകൾ, വഴി വളരെ മനോഹരമായി തന്നെ തീർത്ത പാലത്തിലൂടെയുള്ള ഒരു യാത്ര അനുഭവമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുഴ എല്ലാം തന്നെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ആളുകൾ ഈ പാലം തുറന്നു വിട്ടത് ശേഷമുള്ള ഒരു 6ാമത്തെ വാഹനമായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്ന ഈ JCB വാഹനം. ഇതിപ്പോൾ പിന്നോട്ടിലേക്ക് ഒരു വിഷ്വൽ ബാക്കോട്ട് എടുക്കുക ഷബീർ. നിരവധി ആളുകൾ, അതായത് സൈന്യം തന്നെ ഇതിൻ്റെ ബീമുകളും മറ്റ് എല്ലാം തന്നെ എടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ശേഷം പിക്കപ്പ് അടക്കം കയറ്റിവിട്ട് ഇതെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും. എന്തായാലും വലിയ ഒരു ആദ്യത്തെ യാത്ര, വളരെ മനോഹരമായ ഒരു ആദ്യത്തെ യാത്ര. എന്തായാലും ഈ സംഭവ സ്ഥലത്തേക്ക്, അത് മുണ്ടക്കൈ പ്രദേശത്തേക്ക് എളുപ്പത്തിലെത്താൻ കഴിയാവുന്ന ഒരു പാലം നിർമ്മിച്ച ആ പാലത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ പാലത്തിൽ പൂർണ്ണമായി യാത്ര എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഈ JCB ഡ്രൈവർ അഭിലാഷ് നമ്മളെപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അഭിലാഷ്, ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഉരുൾപൊട്ടിയപ്പോൾ തന്നെ ഇവിടെ എത്തിയതാണ്. ഏകദേശം 4-4:30 മണിക്ക് തുടങ്ങിയ വർക്കാണ്. അപ്പോൾ ഈ റോഡിൽ മൊത്തം ചെളി മൂടി കിടക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ആശയത്തിലാണ് ഞാൻ ഈ പാലം വരെ റോഡ് ചെളി മാറ്റി ഇവിടെ എത്തിച്ചത്. അതിനുശേഷം മിലിറ്ററി വന്നിട്ട് ഇവിടെ ഒരു പാലം നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അവർക്കൊരു പ്ലാറ്റ്ഫോം തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കരാറുകാരനും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് പാലം പണിയും കാര്യങ്ങളൊക്കെ, എനിക്ക് മെഷർമെൻറ്റ് കാര്യങ്ങൾ, അവർ ലൈനിടലും, അപ്പോൾ അവരോട് കൂടി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഹെൽപ്പായി നിങ്ങളോട് JCB ആയിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനതിൽ പെടുന്നത്. ഇപ്പോൾ എന്നെ മിലിറ്ററിനെയാണ് പറഞ്ഞത് നിങ്ങൾ വണ്ടിയോടെ കൊണ്ടുവരണം, അവർ സാധനം ഷിഫ്റ്റ്. ആദ്യത്തെ JCB വാഹനം കയറ്റിയത് നിങ്ങൾ? ആദ്യമായിട്ട് ഞാനാണ്. ടെക്നിക്കൽ വാഹനം ആദ്യം കയറ്റിയത് ഞാനാണ്. സൈന്യത്തിൻ്റെതല്ലാതെ സൈന്യത്തിൻ്റെതല്ലാതെ കയറിയ വാഹനം അഭിലാഷിൻ്റെ ഈ JCB ആണ്. ഈ JCB ആണ് ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട വാഹനം കയറിയത്. പിന്നീട് സൈന്യത്തിൻ്റെ ആംബുലൻസ് ആദ്യം കയറിയിരുന്നു. അതിനുശേഷം ഈ JCB ആണ് കയറിയത്. ഈ JCB-യിലായിരുന്നു റിപ്പോർട്ടർ സംഘവും യാത്ര തുടർന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ ടീം വയനാട്.